ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സി മുതലാണ്. എന്താ സിയിൽ പറയുന്നത്? എങ്ങനെയാണ് നോമിനേഷൻ പേപ്പർ കൊടുക്കേണ്ടത് പറയുന്നുണ്ട്. എവരി നോമിനേഷൻ പേപ്പർ ഷാൾ ബി പ്രസന്റഡ് ഇൻ പേഴ്സൺ. എന്ത് ചെയ്യണം? ഏതൊരു നോമിനേഷൻ പേപ്പർ എങ്ങനെ കൊടുക്കണം? ഇൻ പേഴ്സൺ വേണം കൊടുക്കാൻ, നേരിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ? സെൻഡ് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി കൊടുക്കാം. വിത്ത് അക്നോളജ്മെന്റ് ഡ്യൂ ബൈ ദ കാൻഡിഡേറ്റ് ഹിംസെൽഫ് ഓർ ബൈ ഹിസ് പ്രപ്പോസർ ഓർ സെക്കൻഡർ. അങ്ങനെയാണ് ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കേണ്ടത്. ഇനി ആർക്ക് കൊടുക്കണം? ടു ദ റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. So as to reach him before the date and hour specified in item 3 of the notice referred to in clause 3. ഇനി രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ ആ നോമിനേഷൻ പേപ്പർ സ്വീകരിക്കേണ്ട അവസാന തീയതി ഉണ്ടല്ലോ, ആ തീയതിക്ക് 5 മണിക്ക് മുമ്പായിട്ട് ഇത് അവിടെ ലഭിച്ചിരിക്കണം. അല്ല, അതിനുശേഷം വരുന്ന നോമിനേഷൻ പേപ്പർ സ്വീകരിക്കുന്നതല്ല. രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ. ഓക്കെ, ദെൻ ഇപ്പൊ നോമിനേഷൻ പേപ്പർ കിട്ടി, ഇൻ പേഴ്സൺ കൊടുക്കാം, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി കൊടുക്കാം, ദെൻ പ്രപ്പോസർ വഴിയോ സെക്കൻഡർ വഴിയോ കൊടുക്കാം, തടസ്സമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ നോമിനേഷൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ the returning officer shall enter on the nomination paper its serial number and certify the date and hour at which the nomination paper is received by him. അപ്പൊ നാമനിർദ്ദേശ പത്രിക കിട്ടിയാൽ റിട്ടേണിംഗ് ഓഫീസർ എന്ത് ചെയ്യും? പറയുന്നുണ്ട് ഏത് ഡേറ്റില് ഏത് ടൈമിലാണ് നാമനിർദ്ദേശ പത്രിക ലഭിച്ചത് അത് എൻഡോഴ്സ് ചെയ്യും. അതുകൂടാതെ ഈ നോമിനേഷൻ പേപ്പറിന് ഒരു സീരിയൽ നമ്പറും കൊടുക്കും. ആര് കൊടുക്കും? ആരാ കൊടുക്കുന്നത്? ഈ റിട്ടേണിംഗ് ഓഫീസർ. അപ്പം റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ പേപ്പർ കിട്ടിയാൽ റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ പേപ്പറിന് നാമനിർദ്ദേശ പത്രികയ്ക്ക് ഒരു സീരിയൽ നമ്പർ കൊടുക്കും. അതുകൂടാതെ ഏത് ഡേറ്റില് ഏത് ടൈമിലാണ് ഇത് കിട്ടിയത് എന്നത് കൂടെ നോട്ട് ചെയ്യും. ഓക്കെ, and shall immediately give a written acknowledgement for the receipt of the nomination. ഇത് കൂടാതെ നോമിനേഷൻ കിട്ടി എന്നതിന്റെ തെളിവായിട്ട് ഒരു റിട്ടൺ അക്നോളജ്മെന്റും കൂടെ കൊടുക്കും. അത് കൊടുക്കുന്നത് ഫോം നമ്പർ 37 റിട്ടൺ അക്നോളജ്മെന്റ് ഗിവൺ ബൈ ദ റിട്ടേണിംഗ് ഓഫീസർ ഓൺ റെസിപ്റ്റ് ഓഫ് നോമിനേഷൻ. ഏതിലാ? ഫോം നമ്പർ 37. പറയുന്നുണ്ട് any nomination paper not delivered or received on or before the date and time fixed for this receipt shall be rejected. ആ പറഞ്ഞ ഡേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഡേറ്റിലോ അതിന് ആ ഡേറ്റിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ അല്ലെങ്കിൽ ആ പറഞ്ഞ സമയത്തിനുള്ളിലോ കിട്ടാത്ത നാമനിർദ്ദേശ പത്രിക പിന്നീട് വന്നാൽ അത് എന്ത് ചെയ്യേണ്ട? അത് സ്വീകരിക്കേണ്ട കാര്യമില്ല. അത് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. The returning officer shall publish the list of nomination paper containing the name, address in the notice board on the last day fixed for the receipt of nomination. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഏതാണോ അവസാന ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റിൽ കിട്ടിയ നാമനിർദ്ദേശ പത്രികയുടെ ഡീറ്റെയിൽസ്, അവരുടെ പേര്, അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘത്തിന്റെ നോട്ടീസ് ബോർഡിൽ റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കണം. ഇതുവരെ കിട്ടിയ നോമിനേഷൻ പേപ്പറിന്റെ ഡീറ്റെയിൽസ് സംഘത്തിന്റെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. ആരെ? റിട്ടേണിംഗ് ഓഫീസർ. എപ്പോഴാണ് പ്രസിദ്ധീകരിക്കേണ്ടത്? ഏത് ഡേറ്റിലാണോ അവസാനത്തെ ഡേറ്റ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏതാണോ ഡേറ്റ്, ആ ഡേറ്റിന്റെ ലാസ്റ്റ് സമയമുണ്ടല്ലോ, 5 മണി എന്നിട്ട് 5 മണി, അതിനുശേഷം ഈ പറഞ്ഞ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. ഞാൻ പറയുന്നുണ്ട് no member shall be nominated as a candidate for the election to fill a seat in the committee. അതായത് നമ്മൾ ഈ പറയുന്ന മെമ്പേഴ്സ് ഇലക്ഷന് മത്സരിക്കുവാൻ വേണ്ടിയിട്ട് നാമനിർദ്ദേശ പത്രിക എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കുവാൻ വേണ്ടി പാടില്ല. ഒരു കമ്മിറ്റിയുടെ സീറ്റ് ഫിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് നോ മെമ്പർ ഷാൾ ബി നോമിനേറ്റഡ്, ഒരു മെമ്പറെയും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ, ഒന്ന്, ഈസ് ഇൻഎലിജിബിൾ ടു വോട്ട് ഇൻ ദ ഇലക്ഷൻ, വോട്ട് ചെയ്യാനുള്ള യോഗ്യത ഇല്ല എങ്കിൽ. 2, ഡസ് നോട്ട് possess the necessary qualification if any specified in the bylaw of the society. നിയമാവലിയിൽ പറയുന്ന യോഗ്യത, കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാനോ ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള യോഗ്യത ഇല്ല എങ്കിൽ, ബൈലോയിൽ പറയുന്ന യോഗ്യത ഇല്ല എങ്കിൽ. 3, ഈസ് ഡിസ്ക്വാളിഫൈഡ് ടു ബി എ മെമ്പർ അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദ
ആക്ട് ആൻഡ് റൂൾസ്, ആക്ടിലെയും റൂൾസിലെയും വ്യവസ്ഥകൾക്ക് വിധേയമായി അയാൾ അയോഗ്യനായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? നോ മെമ്പർ ഷാൾ ബി നോമിനേറ്റഡ്. ഒരു മെമ്പറെ എന്ത് ചെയ്യാൻ പാടില്ല? നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ പറയുന്നത്. അടുത്ത ഈ ഒന്നാമത്തെ പോയിന്റ്, ക്ലോസ് ഇയില് ഒന്നാമത്തെ പോയിന്റ് പറയുന്നുണ്ട്, ഓൺ ദ ഡേ ഫോളോയിങ് ദ ഡേറ്റ് ഫിക്സഡ് ഫോർ ദ റെസിപ്റ്റ് ഓഫ് നോമിനേഷൻ. ഏത് ഡേറ്റിനാണോ നോമിനേഷൻ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന അവസാന തീയതി, അതിനുശേഷം വരുന്ന ഡേയില് റിട്ടേണിംഗ് ഓഫീസർ ഷാൾ ടേക്ക് അപ് ടു ദ സ്ക്രൂട്ടണി ഓഫ് ദ നോമിനേഷൻ പേപ്പർ. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ആര് നടത്തും? റിട്ടേണിംഗ് ഓഫീസർ. എപ്പോഴാണ് നടത്തുന്നത്? ഏത് ഡേറ്റിനാണോ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് നോമിനേഷൻ, അതിന്റെ അടുത്ത ദിവസം എന്ത് നടത്തും? സ്ക്രൂട്ടണി നടത്തും. ദ കാൻഡിഡേറ്റ്, മത്സരാർത്ഥിക്കോ, ഹിസ് പ്രപ്പോസർ, അയാളുടെ പേര് നിർദ്ദേശിച്ചയാളിനോ, ഓർ ഹിസ് സെക്കൻഡ്, അതിനെ പിന്താങ്ങുന്ന ആളിനോ, മേ ബി പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് സ്ക്രൂട്ടണി ഓഫ് നോമിനേഷൻ പേപ്പർ. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ പങ്കെടുക്കാവുന്നതാണ്. കാൻഡിഡേറ്റിന് പങ്കെടുക്കാം, അല്ലെങ്കിൽ അയാളുടെ പ്രപ്പോസർക്ക് പങ്കെടുക്കാം, അല്ലെങ്കിൽ അയാളുടെ സെക്കൻഡർക്ക് പങ്കെടുക്കാം. അപ്പൊ എപ്പോഴാണ് നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടണി? ഏത് ഡേ ആണോ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് നോമിനേഷൻ പേപ്പർ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ അടുത്ത ദിവസം. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് പറയുന്നുണ്ട്, റിട്ടേണിംഗ് ഓഫീസർ ഷാൾ എക്സാമിൻ ദ നോമിനേഷൻ പേപ്പർ ആൻഡ് ഷാൾ കൺസിഡർ ഒബ്ജെക്ഷൻസ് which may be made by any person in respect of nomination and may either on such objection or on his own motion and after such summary enquiry, if any, as he thinks necessary, reject any nomination. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തി ആ സമയത്ത് എന്തെങ്കിലും അപാകതകൾ കണ്ടെത്തിയാൽ, അത് റിട്ടേണിംഗ് ഓഫീസർ സ്വയമേ കണ്ടെത്തിയാലോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത മറ്റു കാൻഡിഡേറ്റോ അവരുടെ പ്രപ്പോസറോ സെക്കൻഡറോ അവര് ചൂണ്ടിക്കാണിച്ചാലോ, ആ കാണിച്ച അപാകതകൾ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, റിട്ടേണിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ, നോമിനേഷൻ പേപ്പർ എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ സ്ക്രൂട്ടണി നടത്തുന്ന ഉദ്ദേശം എന്താണ്? ഈ പറഞ്ഞ നോമിനേഷൻ പേപ്പർ സ്വീകരിക്കാൻ പറ്റുന്നതാണോ അതോ റിജക്ട് ചെയ്യേണ്ടതാണോ എന്ന് ഒരു ഫൈനൽ തീരുമാനമെടുക്കാനാണ് ഈ സ്ക്രൂട്ടണി നടത്തുന്നത്. ഓക്കെ, പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് the nomination of a candidate shall not be rejected merely on the ground of an incorrect description of his name, of the name of his proposer or seconder, or any other particulars relating to the candidate or his proposer or seconder as entered in the list of members referred to in clause B, if the identity of the candidate or proposer or seconder, as the case may be, is established beyond a reasonable doubt. എന്നിരുന്നാലും കാൻഡിഡേറ്റിന്റെ പേര് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ പ്രപ്പോസറുടെ പേര് സെക്കൻഡറുടെ പേരിൽ എന്താ പറയുക, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു നോമിനേഷൻ പേപ്പർ എന്ത് ചെയ്യാൻ പാടില്ല? റിജക്ട് ചെയ്യാൻ പാടില്ല. ബിയോണ്ട് ദാറ്റ്, സംശയാതീതമായിട്ട് കാൻഡിഡേറ്റിന്റെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ പ്രപ്പോസറിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ സെക്കൻഡറുടെ ഐഡന്റിറ്റി റിട്ടേണിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇൻകറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് നെയിം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു നോമിനേഷൻ പേപ്പർ എന്ത് ചെയ്യാൻ പാടില്ല? റിജക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പറയുന്നുണ്ട്, the returning officer shall give all reasonable facilities to the contesting candidate or their proposer or seconder as the case may be to examine all the nomination paper and satisfy themselves that the inclusion of the name of the contesting candidate is valid. എല്ലാ കാൻഡിഡേറ്റിനും, എല്ലാ പ്രപ്പോസർക്കും, എല്ലാ സെക്കൻഡർക്കും റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ആര്? റിട്ടേണിംഗ് ഓഫീസർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ നോമിനേഷൻ പേപ്പർ സൂക്ഷ്മ പരിശോധന നടത്തുവാൻ വേണ്ടിയിട്ട്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും ബോധ്യപ്പെട്ടിരിക്കണം. നമ്മൾ മത്സരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള കാൻഡിഡേറ്റിന്റെ നോമിനേഷൻ നിയമസാധുതയുള്ളതായിരുന്നു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അത് പരിശോധിക്കാനുള്ള അവസരം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ആര് കൊടുക്കേണ്ടത്? റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കണം. അല്ലാതെ ഒരു കാൻഡിഡേറ്റിനെ ഇൻക്ലൂഡ് ചെയ്തത് നിയമത്തിന് വിരുദ്ധമായിട്ടാണ് എന്ന് ഒരാളും പറയാൻ പാടില്ല. അതിനാണ് ഈ പറഞ്ഞ പോലെ നോമിനേഷൻ പേപ്പർ എക്സാമിൻ ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും നൽകുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നുണ്ട്,
Returning officer shall endorse on each nomination paper his decision accepting or rejecting the same as the case may be. And if the nomination paper is rejected, he shall record in writing a brief statement of his reason for such rejection എന്നാണ്. എല്ലാ നോമിനേഷൻ പേപ്പറിന്റെ ബാക്കിലും എൻഡോഴ്സ് ചെയ്യണം ആര്? റിട്ടേണിംഗ് ഓഫീസർ. എന്താ എൻഡോഴ്സ് ചെയ്യേണ്ടത്? അയാളുടെ ഡിസിഷൻ, അതായത് ഒരു നോമിനേഷൻ പേപ്പർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു, റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് റിജക്ട് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓരോ നോമിനേഷൻ പേപ്പറിലും ആര് എൻഡോഴ്സ് ചെയ്യണം? റിട്ടേണിംഗ് ഓഫീസർ എൻഡോഴ്സ് ചെയ്യണം. ഇനി റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെയല്ല, അല്പം കൂടി വിശദമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് റിജക്ട് ചെയ്തത് എന്നുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തന്നെ ആ നോമിനേഷൻ പേപ്പറിൽ ആര് ഇൻഡിക്കേറ്റ് ചെയ്യണം? റിട്ടേണിംഗ് ഓഫീസർ ഇൻഡിക്കേറ്റ് ചെയ്യണം. Then അടുത്തതിൽ പറയുന്നുണ്ട്, the returning officer shall not allow any adjournment of the proceedings except when such proceedings are interrupted or obstructed by riot or affray or by clauses beyond his control. റിട്ടേണിംഗ് ഓഫീസർ ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമിനേഷൻ പേപ്പറിന്റെ സ്ക്രൂട്ടണിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊസീഡിങ്സ് നടപടിക്രമങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല. ഓക്കെ, ദെൻ അതായത് മാറ്റിവെക്കാം എങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കലാപങ്ങളോ വഴക്കോ ലഹളയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പ്രൊസീഡിങ്സിനെ അത് ബാധിക്കും എന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? മാറ്റിവെക്കാം. അദ്ദേഹത്തിന്റെ കൺട്രോളിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ കൊണ്ടാണ് എങ്കിൽ എന്ത് ചെയ്യാം? ഈ പ്രൊസീഡിങ്സുകൾ മാറ്റിവെക്കാം. If any adjournment of the proceedings have been done due to the reasons mentioned above, the fact should be reported by the returning officer to the State Cooperative Election Commission forthwith. അങ്ങനെ അദ്ദേഹത്തിന്റെ കൺട്രോളിൽ നിൽക്കാത്ത കാരണം കൊണ്ടാണ് ഇലക്ഷൻ നടപടിക്രമങ്ങൾ മാറ്റിവെച്ചത് എങ്കിൽ അത് ആരെ അറിയിക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കേണ്ടതുമാണ്. ഓക്കെ, ദെൻ അടുത്തത്, no member of the society shall be eligible for being elected or appointed as a member of the committee under section 28 of the act if he is disqualified under rule 44 and as per bylaw of the society. Important ആണ്. റൂൾ 44 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ പറയുന്നതാണ്. സെക്ഷൻ 28(2) റൂള് 44 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആണ്. അപ്പം ഈ പറഞ്ഞ ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു മെമ്പറെയും എന്ത് ചെയ്യാൻ പാടില്ല? മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ട് ഇലക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്ത എഫിൽ പറയുന്നുണ്ട്, the list of valid nomination as decided by the returning officer shall be published in the notice board of the society. നിയമസാധുതയുള്ള വാലിഡ് നോമിനേഷൻസ് സംഘത്തിന്റെ നോട്ടീസ് ബോർഡിൽ ആര് പ്രസിദ്ധീകരിക്കണം? റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കണം. എങ്ങനെയാ? ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം ഇത് പ്രസിദ്ധീകരിക്കേണ്ടത്. അതിനകത്ത് കാൻഡിഡേറ്റിന്റെ പേരും അഡ്രസ്സും ഉണ്ടാവണം. ഇത് എപ്പോഴാണ് നടത്തേണ്ടത്? ഓൺ ദ സെയിം ഡേ ഓൺ വിച്ച് ദ സ്ക്രൂട്ടണി ഓഫ് നോമിനേഷൻസ് ആർ കംപ്ലീറ്റഡ്. ഏത് ഡേറ്റിനാണോ നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടണി സൂക്ഷ്മ പരിശോധന കംപ്ലീറ്റ് ആയത് അതേ ഡേറ്റിൽ തന്നെ കാൻഡിഡേറ്റിന്റെ പേര്, അഡ്രസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തയ്യാറാക്കി സംഘത്തിന്റെ ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെയും ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവിടെയും നോട്ടീസ് ബോർഡിൽ എന്ത് ചെയ്യണം? പ്രസിദ്ധീകരിക്കേണ്ടതാണ്. ഓക്കെ, ഓൺ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി കൺസേൺ. ദെൻ ജിയിൽ പറയുന്നുണ്ട്, എനി കാൻഡിഡേറ്റ് മേ വിഡ്രോ ഹിസ് കാൻഡിഡേച്ചർ ബൈ നോട്ടീസ് ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ ഹിം. ഏതൊരു കാൻഡിഡേറ്റിനും തന്നെ എന്ത് ചെയ്യാം? സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. എങ്ങനെയാ പിൻവലിക്കേണ്ടത്? ബൈ എ നോട്ടീസ് ഇൻ റൈറ്റിംഗ്, രേഖാമൂലമുള്ള അദ്ദേഹം തന്നെ തയ്യാറാക്കിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ആൻഡ് ഡെലിവേർഡ് ഇൻ പേഴ്സൺ ഓർ ത്രൂ ദ പ്രപ്പോസർ ഓർ സെക്കൻഡർ അറ്റ് എനി ടൈം ആഫ്റ്റർ ദ പ്രസന്റേഷൻ ഓഫ് ഹിസ് നോമിനേഷൻ പേപ്പർ ബട്ട് ബിഫോർ 5 PM on the date following the day on which the valid nominations are published under clause F to the returning officer. അപ്പം നാമനിർദ്ദേശ പത്രിക എന്ത് ചെയ്യാം? പിൻവലിക്കാം, തടസ്സമൊന്നുമില്ല. അത് രേഖാമൂലം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കാൻഡിഡേറ്റിന് വ്യക്തിപരമായിട്ട് പിൻവലിക്കാം.
അല്ലെങ്കിൽ പ്രപ്പോസർ വഴി പിൻവലിക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി വഴി പിൻവലിക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? എപ്പോഴാ പിൻവലിക്കേണ്ടത്? ഏത് ഡേറ്റിനാണോ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്, ഫൈനൽ ലിസ്റ്റ്, അതിന്റെ അടുത്ത ദിവസം 5 മണിക്ക് മുമ്പ് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? പിൻവലിക്കാം. ഓക്കെ. വാലിഡ് നോമിനേഷൻസ് എന്നാണോ പബ്ലിഷ് ചെയ്തത്, നിയമ സാധ്യതയുള്ള നോമിനേഷൻസ് എന്നാണോ പബ്ലിഷ് ചെയ്തത്, അതിന്റെ അടുത്ത ദിവസം 5 മണിക്ക് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഈ നാമനിർദ്ദേശ പത്രിക എന്ത് ചെയ്യാം? പിൻവലിക്കാം ഒരു കാൻഡിഡേറ്റിന്. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യാൻ പാടില്ല? പിൻവലിക്കാൻ പാടില്ല. ഓക്കെ, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാമിന് ഒരിക്കൽ ചോദിച്ചതാണ്. എ നോട്ടീസ് ഓഫ് വിഡ്രോവൽ ഓഫ് കാൻഡിഡേച്ചർ, എ നോട്ടീസ് ഓഫ് വിഡ്രോവൽ ഓഫ് കാൻഡിഡേച്ചർ, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ, വൺസ് ഗിവൺ, ഒരിക്കൽ നൽകിക്കഴിഞ്ഞാൽ, ഷാൾ ബി ഇറിവോക്കബിൾ. ഈ ഒരു വാക്കാണ് എക്സാമിന് ചോദിച്ചത്, ഇറിവോക്കബിൾ. അത് പിന്നീട് പിൻവലിക്കാൻ സാധിക്കത്തില്ല. ഒരിക്കൽ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള നോട്ടീസ് ഒരു കാൻഡിഡേറ്റ് കൊടുത്താൽ പിന്നീട് അത് മാറ്റാൻ സാധിക്കത്തില്ല. അതാണ് ഇറിവോക്കബിൾ. ഓക്കെ. സൂൺ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദ ടൈം ഫിക്സഡ് ഫോർ ദ വിഡ്രോവൽ ഓഫ് കാൻഡിഡേച്ചർ, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ the returning officer shall publish the final list of contesting candidates in the notice board of the society. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? മത്സരാർത്ഥികളുടെ ഫൈനൽ ലിസ്റ്റ് സംഘത്തിന്റെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ. ആദ്യം സ്കൂട്ടൺ നടത്തിയതിനു ശേഷം വാലിഡ് നോമിനേഷന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു സംഘത്തിന്റെ നോട്ടീസ് ബോർഡിൽ. എന്നാണോ പ്രസിദ്ധീകരിച്ചത് അതിന്റെ അടുത്ത ദിവസം 5 മണിക്ക് മുമ്പ് വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നതിൽ പിൻവലിക്കാം. ആ സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ് ആര് പ്രസിദ്ധീകരിക്കും? റിട്ടേണിംഗ് ഓഫീസർ സംഘത്തിന്റെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കും. ഓക്കെ. ദെൻ അടുത്തത് എച്ച്. E for any area of constituency for which election is to be held, the number of candidates whose nomination paper have been declared valid does not exceed the number of candidates to be elected for that area or constituency. The returning officer shall on the day fixed for election announce the names of all such candidates whose nominations are valid and declare them to have been duly elected to the committee. If the number of the candidates whose nominations are valid exceed the number to be elected for any area or constituency, the returning officer shall arrange for conducting a poll on date fixed for the purpose. അതായത് കിട്ടിയ വാലിഡ് നോമിനേഷന്റെ എണ്ണവും നമ്പർ ഓഫ് വേക്കൻസിയുടെ എണ്ണവും തുല്യമാണെങ്കിൽ there is no need for conducting the election. ഇലക്ഷൻ നടത്തേണ്ട ആവശ്യകതയില്ല. ഇലക്ഷൻ ഡേറ്റിന് ആ മത്സരാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് ആര് പ്രഖ്യാപിച്ചാൽ മതി? റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചാൽ മതി. ഇനി വേക്കൻസിയുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് കിട്ടിയ വാലിഡ് നോമിനേഷന്റെ എണ്ണമെങ്കിൽ ഏത് ഡേറ്റിനാണോ ഇലക്ഷൻ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഡേറ്റിൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആര് ചെയ്യണം? റിട്ടേണിംഗ് ഓഫീസർ ചെയ്യണം. ഓക്കെ. ദെൻ അടുത്തത് പറയുന്നുണ്ട് ഐയിലെ, if the number of valid nominations received by the returning officer is less than the number of candidates to be elected, but it constitutes quorum for a meeting as provided in subsection 5 of section 28 of the Act and bylaws of the society, he shall declare such of the candidates whose nominations have been found to be valid as duly elected. 28(5) പ്രകാരം ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇലക്ഷന് വേണ്ടിയിട്ടുള്ള മത്സരാർത്ഥികൾ ഉണ്ട് എന്ന് ആർക്ക് ബോധ്യപ്പെട്ടാൽ? റിട്ടേണിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ, അതായത് ആക്ച്വൽ നമ്പർ ഓഫ് വാലിഡ് നോമിനേഷന്റെ എണ്ണം നമ്പർ ഓഫ് വേക്കൻസിയേക്കാൾ കുറവാണ്, പക്ഷെ ആ വേക്കൻസി എന്ന് പറയുന്നത് 28(5) പ്രകാരമുള്ള മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ ആ വാലിഡ് നോമിനേഷൻ തന്ന എല്ലാ കാൻഡിഡേറ്റിനെയും വിജയിച്ചതായിട്ട് ആർക്ക് പ്രഖ്യാപിക്കാം? റിട്ടേണിംഗ് ഓഫീസർക്ക് പ്രഖ്യാപിക്കാവുന്നതാണ്. ഓക്കെ. The persons who are so declared to have been duly elected and shall form the committee എന്നാണ്. അങ്ങനെ റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുത്തവരെ, അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ എന്താ പറഞ്ഞത്? ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ല, ഇവര് തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞവർക്ക് എന്ത് ചെയ്യാം? കമ്മിറ്റി രൂപീകരിക്കാവുന്നതാണ്.
അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം 28(5) പ്രകാരമുള്ള കോറം അവിടെ ഉണ്ടാവണം. ഓക്കെ. Then അടുത്തത്, the returning officer will hand over the list of candidates to the electoral officer on the next day of the publication of the final list of candidate. ഏത് ഡേറ്റിനാണോ ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിച്ചത്, ഓക്കെ, അതിന്റെ അടുത്ത ദിവസം ആ ലിസ്റ്റ് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം? ഇലക്ടറൽ ഓഫീസർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം? ഇലക്ടറൽ ഓഫീസർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? The electoral officer shall make necessary arrangement for the printing of ballot paper for election. അപ്പൊ ആരാണ് ചെയ്യുന്നത്? ഇലക്ടറൽ ഓഫീസർ ആണ് ബാലറ്റ് പേപ്പറിന്റെ പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാലറ്റ് പേപ്പർ പ്രിന്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ പോലെ ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റിന്റെ ആ ഒരു ഡീറ്റെയിൽസ് റിട്ടേണിംഗ് ഓഫീസർ ആർക്ക് കൊടുക്കുന്നത്? ഇലക്ടറൽ ഓഫീസർക്ക് കൊടുക്കുന്നത്. അപ്പം ബാലറ്റ് പേപ്പർ പ്രിന്റ് ചെയ്യുന്നതും ബാലറ്റ് ബോക്സ് ഒക്കെ തയ്യാറാക്കുന്ന ആരാണ്? ഇലക്ടറൽ ഓഫീസർ ആണ്. അത് ഓർത്തു വെച്ചേക്കണം. ഓക്കെ. Sufficient number of ballot paper shall be supplied to the returning officer on the previous day fixed for election. Okay, ഇലക്ഷന് തൊട്ട് തലേ ദിവസം പ്രീവിയസ് ഡേയില് ബാലറ്റ് പേപ്പർ പ്രിന്റ് ചെയ്ത് ആരെ ഏൽപ്പിക്കും? ഇലക്ടറൽ ഓഫീസർ റിട്ടേണിംഗ് ഓഫീസറെ ഏൽപ്പിക്കും. The returning officer shall take charge of the ballot paper and keep the ballot papers under safe custody. അത് പിന്നീട് തന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതിന്റെ കടമ ആർക്കാണ്? റിട്ടേണിംഗ് ഓഫീസർക്കാണ്. അപ്പം ബാലറ്റ് പേപ്പർ പ്രിന്റ് ചെയ്യുന്നതും ബാലറ്റ് ബോക്സ് തയ്യാറാക്കി ഇലക്ഷന് തലേ ദിവസം റിട്ടേണിംഗ് ഓഫീസറെ ഏൽപ്പിക്കേണ്ടതും ആരുടെ ജോലിയാണ്? ഇലക്ടറൽ ഓഫീസറുടെ ജോലിയാണ്. ഓക്കെ. ദെൻ അടുത്ത കെയിൽ പറയുന്നുണ്ട്, ഫോർ ദ എഫിഷ്യന്റ് കണ്ടക്ട് ഓഫ് ദി ഇലക്ഷൻ, ഇമ്പോർട്ടന്റ് ആണ്. The returning officer may arrange one polling booth for every 1,200 voters or part thereof in a society, and for every such booth appoint polling and counting officers as follows. അതായത് ഓരോ 1200 വോട്ടേഴ്സിനും എന്താണ്? ഓരോ 1200 വോട്ടേഴ്സിനും ഒരു പോളിംഗ് ബൂത്ത് എന്ന രീതിയിലാണ് എന്ത് അറേഞ്ച് ചെയ്യേണ്ടത്? ഈ ഇലക്ഷന് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യേണ്ടത്. ഓരോ 1200 വോട്ടേഴ്സിനും ഒരു പോളിംഗ് ബൂത്ത് എന്ന രീതിയിൽ. ഓക്കെ. ഇനി ഒരു പോളിംഗ് ബൂത്തിൽ ആരൊക്കെ ഉണ്ടാവും? അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പോളിംഗ് ബൂത്തിൽ ആരൊക്കെ ഉണ്ടാവും? ഇമ്പോർട്ടന്റ് ആണ്. പോളിംഗ് പേഴ്സണലും കൗണ്ടിംഗ് പേഴ്സണലും ഉണ്ടാവും. ആരൊക്കെ ഉണ്ടാവും? പോളിംഗ് പേഴ്സണലും ഉണ്ടാവും, കൗണ്ടിംഗ് പേഴ്സണലും ഉണ്ടാവും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോളിംഗ് പേഴ്സണലും കൗണ്ടിംഗ് പേഴ്സണലും ഉണ്ടാവും. ഇനി പോളിംഗ് പേഴ്സണൽ ആരൊക്കെ ഉണ്ടാവും? ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ട്, ദെൻ അതുപോലെ തന്നെ 2 പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, ഒരു പോളിംഗ് അസിസ്റ്റന്റ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു പോളിംഗ് ബൂത്തില് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ട്, 2 പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, ഒരു പോളിംഗ് അസിസ്റ്റന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞെന്താ? പോളിംഗ് ബൂത്തില് പോളിംഗ് പേഴ്സണലും ഉണ്ടാവും, കൗണ്ടിംഗ് പേഴ്സണലും ഉണ്ടാവും. പോളിംഗ് പേഴ്സണലിനകത്ത് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർ, ഒരു പോളിംഗ് അസിസ്റ്റന്റ്. കൗണ്ടിംഗ് പേഴ്സണലിനകത്ത് ആരുണ്ടാവും? ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, 2 കൗണ്ടിംഗ് ഓഫീസർ, ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ്. ആരൊക്കെ ഉണ്ടാവും? ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, 2 കൗണ്ടിംഗ് അസിസ്റ്റന്റ്, 2 കൗണ്ടിംഗ് ഓഫീസർ, ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ്. ആരൊക്കെയാണ്? കൗണ്ടിംഗ് സൂപ്പർവൈസർ 1, കൗണ്ടിംഗ് ഓഫീസർ 2, കൗണ്ടിംഗ് അസിസ്റ്റന്റ് 1. എത്രയും നമ്പർ ഓഫ് ഉദ്യോഗസ്ഥരാണ് ഒരു പോളിംഗ് ബൂത്തിൽ ഉള്ളത്. ഓക്കെ. ഇനി ശ്രദ്ധിക്കണം പറയുന്നത്, provided that എന്നിരുന്നാലും where there is only one polling booth, ഒരു പോളിംഗ് ബൂത്തേ ഉള്ളൂ എങ്കിൽ the returning officer himself may act as the presiding officer. റിട്ടേണിംഗ് ഓഫീസർ തന്നെ ആയിരിക്കും ആര്? പ്രിസൈഡിംഗ് ഓഫീസർ.
ഓക്കെ, ഒരു പോളിംഗ് ബൂത്തേ ഉള്ളൂ എങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെയായിരിക്കും ആര്, പ്രിസൈഡിംഗ് ഓഫീസർ. ആൻഡ് നോ സെപ്പറേറ്റ് പ്രിസൈഡിംഗ് ഓഫീസർ ആസ് പ്രൊവൈഡഡ് എബോ നീഡ് ബി അപ്പോയിന്റഡ്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു പോളിംഗ് ബൂത്തേ ഉള്ളൂ എങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെയായിരിക്കും ആര്, പ്രിസൈഡിംഗ് ഓഫീസർ. സെപ്പറേറ്റ് ആയിട്ട് ഇനി ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. then അടുത്തത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. provided further that if the counting of vote commences immediately after the completion of polling, പോളിംഗ് നടന്ന ഉടനെ തന്നെ കൗണ്ടിങ്ങും നടന്നാൽ, അതായത് വോട്ട് ചെയ്ത ഉടനെ തന്നെ വോട്ടെണ്ണലും നടന്നാൽ, the officers appointed for the conduct of polling, അതായത് രണ്ട് പോളിംഗ് ഓഫീസർ എന്ന് പറഞ്ഞില്ലേ, the officers appointed for the conduct of polling may be appointed as എന്താണ്, കൗണ്ടിങ് ഓഫീസേഴ്സ് as well. അപ്പം പോളിംഗ് ഓഫീസർ തന്നെ ആരായിട്ട് ആക്ട് ചെയ്യാം, കൗണ്ടിങ് ഓഫീസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പോളിംഗ് ബൂത്തേ ഉള്ളൂ എങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെ ആയിരിക്കും ആര്, പ്രിസൈഡിംഗ് ഓഫീസർ. കൗണ്ടിങ് വോട്ട് ചെയ്ത ഉടനെ തന്നെ നടന്നാൽ പോളിംഗ് ഓഫീസർ ആരായിട്ട് ആക്ട് ചെയ്യും, കൗണ്ടിങ് ഓഫീസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സെപ്പറേറ്റ് ആയിട്ട് കൗണ്ടിങ് ഓഫീസേഴ്സിന് വെക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഞാൻ പറയുന്നുണ്ട്, the polling and the counting officers may be appointed only from among the officers of the concerned administrative department, and they may be paid remuneration or other allowance as may be fixed by government from time to time. അത് ഇമ്പോർട്ടന്റ് ആണ്. പോളിംഗ് ഓഫീസേഴ്സിനെയും കൗണ്ടിംഗ് ഓഫീസേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും. അവരുടെ പ്രതിഫലം, അവരുടെ റെമ്യൂണറേഷൻ ഗവൺമെന്റ് ഫിക്സ് ചെയ്യും. അവരുടെ അലവൻസുകളും മറ്റു കാര്യങ്ങളും ആരായിരിക്കും ഫിക്സ് ചെയ്യുന്നത്, ഗവൺമെന്റ് ആയിരിക്കും നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പൊ കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും പോളിംഗ് ഓഫീസറിനെയും കൗണ്ടിംഗ് ഓഫീസേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ആരപ്പോയിന്റ് ചെയ്യും, ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ദ പോളിംഗ് ആൻഡ് കൗണ്ടിംഗ് ഓഫീസർ മേ ബി അപ്പോയിന്റഡ് ഓൺലി ഫ്രം among the officers of the concerned administrative department and they may be paid remuneration. അവിടെ പ്രതിഫലം എങ്ങനെയാണ്, ആര് ഫിക്സ് ചെയ്യുന്നതാണ്, ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പ്രതിഫലമായിരിക്കും. ഓക്കെ, then അടുത്തത്, the electoral officer shall provide the returning officer with the ballot box. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആരാണ് ബാലറ്റ് ബോക്സ് റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കുന്ന, ആരാണ്, ഇലക്ടറൽ ഓഫീസർ ആണ്. ബാലറ്റ് ബോക്സ്, ബാലറ്റ് പേപ്പർ, കോപ്പി ഓഫ് ദ ലിസ്റ്റ് ഓഫ് വോട്ടേഴ്സ് ആൻഡ് സച്ച് അതർ ആർട്ടിക്കിൾസ് that may be necessary for the conduct of election. ഇലക്ഷൻ സംബന്ധമായിട്ട് ബാലറ്റ് പേപ്പർ, ബാലറ്റ് ബോക്സ്, വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കോപ്പി, ഇനി മറ്റു കാര്യങ്ങൾ, ഇതിന് വേണ്ട ഇലക്ഷൻ സംബന്ധമായി നടത്തുവാൻ വേണ്ട മറ്റു കാര്യങ്ങൾ ഇലക്ടറൽ ഓഫീസറാണ് ആരെ ഏൽപ്പിക്കേണ്ടത്, റിട്ടേണിംഗ് ഓഫീസറെ ഏൽപ്പിക്കേണ്ടത്. The ballot box shall be so constructed that the ballot papers can be inserted. അതായത് ബാലറ്റ് ബോക്സ് തയ്യാറാക്കേണ്ടത് ബാലറ്റ് ബോക്സിലേക്ക് ബാലറ്റ് പേപ്പർ ഇൻസേർട്ട് ചെയ്യാൻ, ഇടാൻ വേണ്ടി സാധിക്കണം. ബട്ട് കനോട്ട് ബി ടേക്കൺ ഔട്ട്, പക്ഷെ അതിനകത്ത് നിന്ന് എടുക്കാൻ പാടില്ല, എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവാൻ പാടില്ല. ഇടാം, പക്ഷെ എടുക്കാൻ പാടില്ല. ആൻഡ് ദെയർ ഫ്രം വിത്തൗട്ട് ദ ബോക്സ് ബീങ് അൺലോക്ക്ഡ്, ആ ബാലറ്റ് ബോക്സ് തുറക്കാതെ അതിനകത്ത് ഇട്ട ബാലറ്റ് പേപ്പർ എടുക്കാൻ പാടില്ല. ആ രീതിയിൽ വേണം എന്ത് തയ്യാറാക്കാൻ, ബാലറ്റ് ബോക്സ് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. ഓക്കെ, താങ്ക് യു.